എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാന നിമിഷത്തിലാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചെറുവാഞ്ചേരിയെ സൗമ്യമായി കൊണ്ടുവരുന്ന, അതുപോലെ തന്നെ എല്ലാവരോടും ചിരിച്ചുകൊണ്ട് ഇടപെടുന്ന, ഏറ്റവും സാംസ്കാരിക സാമൂഹ്യ മേഖലകളിൽ അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ശ്രീ സന്തോഷ് ഇല്ലോളി, അവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചുള്ളത് വിവിധ മേഖലകളിൽ വിദ്യാഭ്യാസ, സാംസ്കാരിക, ആധ്യാത്മിക മേഖലകളിലെ പ്രഭാഷണങ്ങൾ കൊണ്ടും ശ്രീനാരായണീയ ഗാന്ധി ദർശനങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള നിരവധി ലേഖനങ്ങളിലൂടെയും സമൂഹത്തിന് പരിചിതനായ അധ്യാപകനാണ് ശ്രീ സന്തോഷ് ഇല്ലോളി. അദ്ദേഹം ഈവൻറ്റ് മാനേജ്മെൻറ്റ് എന്ന ഒരു പുസ്തകം തയ്യാറാക്കി നാടിന് സമർപ്പിക്കുകയാണ്. പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ഇന്നത്തെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതികളെയും തെറ്റായ കാഴ്ചപ്പാടുകളെയും അനാവരണം ചെയ്യുന്ന ഒരിടപെടലാണ് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. KP മോഹനൻ MLA പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ലൈബ്രറി കൗൺസിൽ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. എല്ലാ കവിതകളും നമ്മുടെ സുഗതമായുള്ള കവിതകളൊക്കെ തന്നെ നമ്മുടെ നാടും നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഞാൻ അതിൻ്റെ മറ്റു വിശദാംശങ്ങളിൽ കടക്കുന്നില്ല. എന്തായാലും പുസ്തകങ്ങൾ എഴുതുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന അന്തസത്ത അത് നമ്മുടെ ഹൃദയസ്പർശിയായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം എന്ന് സൂചിപ്പിക്കാനാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് നമുക്കറിയാം. COVID-19 അതിൻ്റെ ഭാഗമായിട്ട് നാം നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ തന്നെ ഇന്ന് വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ആ സമയത്ത് കൂടിച്ചേരലുകൾ ഒഴിവാക്കുക, നമ്മുടെ സാമൂഹ്യ അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, ഇതൊക്കെ തന്നെ നമ്മൾ ശീലിച്ച ഒരു നടപടിയായിട്ട് മാറി. ആരെങ്കിലും മാസ്ക് ധരിക്കാതെ വരുന്നതില്ല. ഇപ്പോൾ വീട്ടിലെത്തിയാൽ പോലും മാസ്ക് ധരിക്കുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ഓഫീസിലിരിക്കുമ്പോഴും നമ്മൾ മാസ്ക് ധരിക്കുക. അപ്പോൾ നമ്മൾ ശീലമായി പോയി. അങ്ങനെ പുസ്തകം വായിക്കാനുള്ള ഒരു ശീലം കൂടി നമ്മുടെ ഇടയിൽ ഉണ്ടാവണം, നിർബന്ധമാണ്. വായന നിർബന്ധമാണ്. അപ്പോൾ നമ്മുടെ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ശ്രീ മുകുന്ദൻ മഠത്തിൻ്റെ അദ്ദേഹം ഇതിന് പ്രചാരകനാണ്. ഒരു കാലത്ത് PN പണിക്കറും പിന്നീട് നമ്മുടെ പ്രിയങ്കരനായ ഹരിദാസ് മാഷും ഒക്കെ തന്നെ അതിൻ്റെ ആളുകളായിരുന്നു. ഞങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അതിൻ്റെ ആളുകളാണ്. പുസ്തകം വായിക്കാനും പുസ്തകം കൊടുക്കാനും പുസ്തകം വിൽക്കാനും ഒക്കെ തന്നെ സാധിക്കണം എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കും. ആ ഗ്രഹിക്കാനുള്ള ഏറ്റവും വലിയ മാധ്യമമാണ് ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ. ഈ പുസ്തകം സന്തോഷിന്റെ പുസ്തകം നമ്മുടെ ഇടയിലേക്ക് ചെലുത്തുമ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടത് എന്ന് പരസ്പരം സംവദിക്കാൻ നമുക്ക് സാധിക്കണം. അതിപ്പോഴല്ലെങ്കിലും ഇന്ന് എന്തായാലും ഡോക്ടർ ശശിധരൻ പുസ്തകത്തെക്കുറിച്ചുകൂടെ പറയും. അതിനുശേഷം അതിനെക്കുറിച്ച് വല്ലതും ഉണ്ടെങ്കിൽ സംസാരിക്കാം എല്ലാവർക്കും. അതോടൊപ്പം നമുക്ക് പിന്നീടും സംവദിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം. ഞാൻ ഈ പുസ്തകം മറിച്ച് നോക്കുമ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പെട്ടെന്ന് ഓടിച്ച് നോക്കുമ്പോൾ ഈ കഥകളെല്ലാം തന്നെ ഒരു അതിശക്തമായ അമർഷങ്ങൾ, അത് മൂല്യാധിഷ്ഠിതമായ ഒരു അമർഷമാണ്. ഒരു അമർഷമല്ല, ഒരു മനുഷ്യൻ കാത്തു സൂക്ഷിക്കുന്ന ജീവിത മൂല്യങ്ങളുടെ ബന്ധപ്പെട്ട ഒരു അമർഷമാണ്. നമ്മളെല്ലാം സാഹിത്യത്തെ കുറിച്ച് പഠിച്ചത് ജീവിതത്തിന്റെ കണ്ണാടിയാണ് സാഹിത്യം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ അതൊരു ശാശ്വതമായ സാഹിത്യമായി നമ്മുടെ സമൂഹത്തിനിടയിൽ നിലനിൽക്കുകയുള്ളൂ. നമ്മുടെ എത്ര പാവങ്ങൾ, വിക്ടർ ഹ്യൂഗോവിന്റെ പാവങ്ങൾ എത്രയോ തലമുറകൾ കഴിഞ്ഞിട്ടും നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ അകത്തളങ്ങളുടെ വാതിൽക്കൽ ഇപ്പോഴും മുട്ടുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ. ആ കഥാപാത്രങ്ങളെല്ലാം നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. ഇപ്പോഴും നമ്മുടെ ഉറക്കം കെടുത്തുന്ന കഥാപാത്രങ്ങളാണ്. ഇങ്ങനെ ലോകോത്തര സാഹിത്യങ്ങളെല്ലാം ലോകോത്തരമാകുന്നത് നമ്മുടെ ജീവിക്കുന്ന അവരവരെ ജീവിക്കുന്ന സമൂഹത്തിൽ ഉണ്ടാകുന്ന എല്ലാ
തിന്മകളുടെയും എല്ലാവിധ നമ്മുടെ അപ്രിയമായ സത്യങ്ങളെയും വിളിച്ചു പറയുമ്പോഴാണ് ഒരു സാഹിത്യം പ്രസക്തമാവുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ മലയാള സാഹിത്യത്തിലൊക്കെ തന്നെ കടന്നു വരുമ്പോൾ ഏറെ ആരാധിക്കുന്ന ഒരു സാഹിത്യകാരനാണ് നമ്മുടെ ഒ വി വിജയൻ. ഒ വി വിജയന്റെ കഥകൾ, ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന കഥ ഇതിഹാസമാണ്. അതൊരു ഇതിഹാസം തന്നെയാണ്. അത്തരത്തിലൊരു ജീവിത പരിസരത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു മഹാസൃഷ്ടി, ഐതിഹാസികമായ ഒരു സൃഷ്ടി നടത്തിയ ആ ഖസാക്കിന്റെ ഇതിഹാസം അതാ ഒ വി വിജയൻ. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ഒരു വിമർശനാത്മകമായി പരിശോധിക്കുമ്പോൾ ഒരുപാട് അദ്ദേഹത്തിന്റെ അതിനുശേഷം എഴുതിയ ധർമ്മപുരാണം, ഗുരുസാഗരം ഇതുപോലുള്ള നോവലുകളെല്ലാം തന്നെ ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ ഒരു റേഞ്ചിലേക്ക് വന്നിട്ടില്ല, ആ ഗ്രാഫിലേക്ക് വന്നില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഖസാക്കിന്റെ ഇതിഹാസം എഴുതുന്ന ജീവിത പരിസരം വളരെ വളരെ പ്രധാനമാണ്. ഒ വി വിജയന്റെ ഏറ്റവും വളരെ ചെറിയൊരു കഥയാണല്ലോ നമ്മുടെ കടൽ തീരത്ത് എന്ന് പറഞ്ഞു. ആ കഥ വായിച്ചവർക്കെല്ലാവരും എല്ലാവരും മിക്കവാറും വായിച്ചിട്ടുണ്ടാകും. വായിക്കേണ്ട ഒരു കഥയാണ്. ആ കഥ വായിച്ചു കഴിഞ്ഞാൽ ആ ദിവസം ഉറങ്ങാൻ പറ്റില്ല. ഞാൻ കഥയുടെ ഉള്ളിടത്തേക്ക് പോകുന്നില്ല, എന്റെ അനുഭവമാണ്. ഇങ്ങനെ എത്ര എത്ര കഥകളാണ് നമ്മളെ വല്ലാത്ത രീതിയിൽ അലോസരപ്പെടുത്തുകയും ഉത്തരങ്ങൾക്ക് വേണ്ടി വലിയ അഗ്നിജ്വാലയായി മാറുകയും ചെയ്ത ഒരുപാട് അനുഭവങ്ങൾ. രചിച്ച 12 കഥകളുടെ ഒരു സമാഹാരമാണ് ഇവന്റ് മാനേജ്മെന്റ് എന്ന പുസ്തകം. ഈ പുസ്തകത്തെ സംബന്ധിച്ച് നിങ്ങളോട് അല്പസമയം സംസാരിക്കുവാൻ ലഭിച്ച ഈ സൗഭാഗ്യത്തെ ഞാൻ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. എൻ്റെ അഭിവാദനങ്ങൾ ഈ സദസ്സിന് രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ സാഹിത്യത്തിലെ ഏറ്റവും മികവാർന്ന ശാഖ ഏതാണ് എന്ന് ചോദിച്ചാൽ അതെല്ലാ കാലത്തും ചെറുകഥയായിരുന്നു എന്ന് നമുക്ക് ബോധ്യമുള്ളതാണ്. മനുഷ്യന്റെ അനാദിയായ ഒരു ബോധമാണ് അല്ലെങ്കിൽ ബോധ്യമാണ് കഥകൾ കേൾക്കുകയും കഥകൾ പറയുകയും ചെയ്യുക എന്നത്. അതുകൊണ്ടുകൂടിയാണ് ഒരു കഥ നമ്മെ ത്രസിപ്പിക്കുന്നതും ഒരു കഥ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതും ആയി മാറുന്നത് എന്നത് വലിയ ഒരു മനഃശാസ്ത്ര സത്യം കൂടിയാണ്. ഒരു സന്ദർഭത്തിൻ്റെയോ ഓർമ്മയുടെയോ ജീവിതാവസ്ഥയുടെയോ, നേരത്തെ ശ്രീ മുകുന്ദൻ മഠത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രതിഷേധത്തിൻ്റെയോ പ്രണയത്തിൻ്റെയോ പ്രകൃതി സ്നേഹത്തിൻ്റെയോ ജീവിതാവേഗത്തിൻ്റെയോ ഭിന്ന ഭാവങ്ങളാണ് പലപ്പോഴും കഥാകാരന്മാർ കഥകൾക്ക് സങ്കേതമായി സ്വീകരിക്കാറ് പതിവുള്ളത്. ഭ്രൂണാവസ്ഥയിൽ അവരുടെ മനസ്സിൽ രൂപപ്പെടുന്ന ഒരു അംശം പിന്നീട് ഊർജസ്വലമായ ഒരു ഭാവഗരിമയിൽ പിറവിയെടുക്കുന്നു. ഈ ഭൂമുഖത്തെ ഏത് വിഷയവും ഒരു കഥക്ക് കേന്ദ്രബിന്ദുവായി മാറാം. ഒരു തലവാചകം തന്നെയാണ് ഈ സമാഹാരത്തിലെ കഥകൾക്കൊക്കെ നൽകിയിട്ടുള്ളത്. ആന്തരികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ പറയാൻ ഇപ്പോൾ ഏതായാലും സാധിക്കില്ല. പക്ഷേ ഈ പുസ്തക പരിചയമൊക്കെ നടത്തിയിട്ടില്ല. ശ്രീ മുകുന്ദ പടത്തിലൊക്കെ അതുപോലെ തന്നെ ഈ പുസ്തക പരിചയം നടത്തിയിട്ടില്ല. ഡോക്ടർ കെ വി ശശിധരൻ മാഷൊക്കെ പറയുന്നത് കേട്ടപ്പോൾ വലിയ പ്രതീക്ഷകൾ കൊടുത്തിട്ടുള്ള ഈ നാടിന്റെ വലിയ ഒരു കഥാകാരനായിട്ട് മാറാനുള്ള തരത്തിൽ ഇതിനകത്ത് കണ്ടന്റുകൾ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് ഈ നാടിന് മൊത്തം അഭിമാനമായി മാറിയിട്ടുള്ളതാണ്. കഥകൾ എന്നും നാടിന്റെ പരിച്ഛേദവും സമൂഹത്തിന്റെ പരിച്ഛേദവുമാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. എല്ലാം ഇവന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന, എല്ലാ ഗ്രാമീണ ഭംഗികളും നശിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാം കേവലമായിട്ടുള്ള
വൈകാരികമായിട്ടുള്ള പ്രകടനത്തിനപ്പുറം മറ്റൊന്നും തരത്തിൽ മനുഷ്യനെ തിരിച്ചറിയാത്ത കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ തരത്തിലുള്ള കഥകളും കഥാസൃഷ്ടികളും നമ്മുടെ നാടിന് വലിയ മുതൽക്കൂട്ടായിരിക്കും. കലാ സാംസ്കാരിക രംഗത്ത് ചെറുവാഞ്ചേരിയിലെ നിറസാന്നിധ്യമായ നമ്മുടെ സന്തോഷ് ഇല്ലോളിയെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഇനിയുള്ള കാലങ്ങളിൽ അദ്ദേഹത്തിന് വലിയ വലിയ കഥകൾ രചിക്കാൻ കഴിയുമാറാകട്ടെ എന്നും ആശംസിച്ചുകൊള്ളുന്ന ഈ പരിപാടിക്കും എല്ലാവിധ ആശംസകളും. നാട്ടുകാര് നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറിയ ചെറുവാഞ്ചേരിയുടെ പൊന്നോമന പുത്രൻ സന്തോഷ് ഇല്ലോൾ ഈവന്റ് മാനേജ്മെന്റ് എന്ന ചെറുകഥാ സമാഹാരത്തിൽ കൂടി നമുക്ക് ഒരു സന്തോഷം നൽകിയിരിക്കുകയാണ്. അതിലും അതിയായ സന്തോഷമുണ്ട്. ഇത് നാം എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് ഇത് വിജയിപ്പിച്ചെടുക്കാൻ ഇനിയും നല്ല നല്ല കഥകളും നല്ല നല്ല ലേഖനങ്ങളും നമുക്ക് നൽകാൻ, സന്തോഷത്തിന് ഒരു പ്രചോദനമാകാൻ ഇത് നാം എല്ലാവരും വിജയിപ്പിച്ചെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്തായാലും സന്തോഷിനെ സംബന്ധിച്ചിടത്തോളം പ്രഭാഷകൻ എന്ന നിലക്കാണ് ഈ നാട് നമ്മുടെ തലശ്ശേരി താലൂക്കിലെ പല ഗ്രാമീണ മേഖലയിലും വായനശാലയിലും ക്ലബിൻ്റെയും സ്കൂളുകളുടെയും വാർഷിക പരിപാടിയിൽ സന്തോഷത്തെ ഏകദേശം 3000-ലധികം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് വ്യത്യസ്ത മേഖലയിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. ഒരു പുതിയൊരു മേഖലയിലെത്തിയിട്ടുണ്ട് ഒരു എഴുത്തിൻ്റെ. കാരണം ഇപ്പോൾ നമ്മൾ പ്രധാനമായി കാണുന്നത് ഈ കോവിഡിൻ്റെ ഒരു സാഹചര്യം വന്നപ്പോൾ പറയാനും ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ പോയി സമയം കൂടുതൽ കിട്ടുമ്പോൾ അത് TV ഒക്കെ കാണുന്ന സമയത്ത് ചെറിയ കുട്ടികളായാലും മുതിർന്ന ആളുകളായാലും ഒരു പുതിയ പരീക്ഷണം, അതൊക്കെ വലിയ വിജയം കാണുകയാണ് ചെയ്തത്. എന്നാലും നമുക്കറിയാം ഒരു കഥ, അതിനൊക്കെ കവിതയായാലും അതൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് വലിയ പരിശ്രമം വേണം, അനുഭവം വേണം. ഇത്തരം അനുഭവങ്ങളൊക്കെ വലിയ തയ്യാറെടുപ്പോട് കൂടി കഥ തയ്യാറാക്കുന്ന സമയത്ത് നമുക്കറിയാം 1-2 മണിക്കൂർ നമുക്ക് വായിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വലിയ പരിശ്രമത്തിലൂടെയാണ് ഒരു പുസ്തക രൂപത്തിൽ ഇത്തരം കഥകളും കവിതകളും ഒക്കെ രചിക്കാൻ വേണ്ടി നമ്മളെ കഥാനായകന്മാർ തയ്യാറാക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ കൂടുതൽ കാര്യങ്ങൾ പറയാതെ സന്തോഷിന്റെ ഈ പരിശ്രമം തീർച്ചയായിട്ടും തുടക്കം എന്ന നിലയിൽ ഇവിടെ വളരെ പരിചയസമ്പന്നായിട്ടുള്ള ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഡോക്ടർ പി ശശിധരൻ പറഞ്ഞ പോലെ വളരെ ലളിതമായ ഭാഷയിൽ അദ്ദേഹത്തിന് അത്തോടൊപ്പം പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിലെ പഴയ തിന്മകൾക്കെതിരായി, പ്രത്യേകിച്ച് പഴയ കാലത്ത് നമ്മുടെ നാടെന്തായിരുന്നു, ഇന്നത്തെ ആ നാട്ടിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതാണ്. അത് നമുക്കറിയാം, നമ്മളെ ഒരു ആള് മരണപ്പെടുന്ന സമയത്ത് നമ്മളെ ബന്ധുവോ പരിചയക്കാരോ നാട്ടിലെ പൊതു സ്വഭാവം നമ്മുടെ ചെറുവാഞ്ചേരിയിലായ ഒരാൾ മരണപ്പെട്ടു പോയി. രാവിലെ ജോലിക്ക് പോകുന്ന ആള് കൈക്കോട്ടും മിക്കൊക്കെ എടുത്ത് ജോലിക്ക് പോകുന്ന ആളുകൾ വഴിയിൽ നന്നായി ഇന്നയാൾ മരണപ്പെട്ടു. വളരെ അന്ന് ജോലിക്ക് പോകുന്ന പ്രശ്നമില്ല, അത് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വളരെ ഒരു വിഷമത്തോടെ ആ മരണം വിട്ടു പോയി. മരണാനന്തര ചടങ്ങുകൾ കഴിയുന്നവരെ നമ്മൾ വളരെ വിഷമത്തോടു കൂടിയാണ് ഇന്ന് ആ അവസ്ഥ മാറി. എന്താ ഈ കഥയിൽ സൂചിപ്പിച്ച മാതിരി ഇന്ന് ഐവർമടാകുമ്പോൾ എല്ലാം കർമ്മം ചെയ്യേണ്ട കാര്യമുണ്ട്, വിറക് വീടുകളും എല്ലാം. കല്യാണ വീടുകൾ തന്നെയാണ്. കല്യാണ വീടുകളിൽ 2-3 ദിവസവും നമ്മുടെ പച്ചക്കറിക്ക് ആളുകൾ, ഇതൊക്കെ മാറി ഒരു വല്ലാത്ത രൂപത്തിലേക്ക് നമ്മുടെ നാട് പോകുന്ന, നമ്മുടെ നാട് മാത്രമല്ല എല്ലാ നാടുകളിലും. ഇപ്പൊ പഴയ നമ്മുടെ പ്രിയങ്കരനായ സന്തോഷ് ഇല്ലോളിൽ ഒരു ചെറുകഥാ സമാഹാരം അദ്ദേഹത്തിന്റെ
സന്തോഷത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ അദ്ദേഹം ഈ ജില്ലയിലും അടുത്ത ജില്ലകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു വലിയ പ്രഭാഷകനായി. അദ്ദേഹത്തിന് ചെറിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹം പ്രഭാഷകനുമാണ്, ഒരു എഴുത്തുകാരനുമായി മാറിയിരിക്കുന്നു. അപ്പോൾ ചെറുവാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന് എനിക്ക് തോന്നുന്നു. ചെറുവാഞ്ചേരിയെ സംബന്ധിച്ച് വളരെ അഭിമാനപരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും. കേരളത്തിലെ ഗ്രാമ നഗര മേഖലകളിൽ 2000-ഓളം വേദികളിൽ പ്രഭാഷണം നടത്തി ലക്ഷക്കണക്കിന് ശ്രോതാക്കളെ അല്ലെങ്കിൽ പ്രേക്ഷകരെ അവരുടെ ശ്രദ്ധ മുഴുവൻ തന്നിലേക്ക് കേന്ദ്രീകരിച്ച് ഈ നാടിന്റെ സംസ്കാരവും ആധ്യാത്മികവും വൈജ്ഞാനികവുമായി എല്ലാം സംബന്ധിച്ച ശ്രീ സന്തോഷിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല. നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷമായി കൊറോണ എന്ന വൈറസിനെ കാണാതെ ഒഴിക്കാൻ നമുക്ക് തന്ന നിയമ സംഹിതയാണ് ലോക്ക്ഡൗൺ. നമ്മളൊക്കെ ആദ്യമായി കേൾക്കുന്ന ഒരു പദം. ഈ രാജ്യത്തെ എല്ലാവരോടും അവരുടെ വീടുകളിൽ സ്വസ്ഥമായി ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ മറവിൽ തന്റെ ഉള്ളിനുള്ളിൽ വരുന്ന നൊമ്പരങ്ങളും വേദനകളും അത് പുസ്തക രൂപത്തിൽ എഴുതി തയ്യാറാക്കി അത് ഈ നാടിന് സമർപ്പിക്കുകയാണ് സന്തോഷ് ചെയ്തിട്ടുള്ളത്. ചുരുങ്ങിയ സമയം മാത്രമാണ് നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് അനുവദിക്കപ്പെടുന്നത്. ഈവന്റ് മാനേജ്മെന്റ് എന്ന വാക്ക് സന്തോഷ് ഇലൂടിന്റെ ചെറുകഥ സമാഹാരത്തിന് നൽകിയിട്ടുള്ള വാക്ക്. ഒരുപക്ഷെ അതിന് മലയാളത്തിൽ എന്റേതായ വ്യാഖ്യാനം നൽകുമ്പോൾ ഒരു മനുഷ്യന് തന്റെ വ്യക്തിത്വത്തിൽ വിശ്വാസമില്ലാതെ പോകുമ്പോഴാണ് അയാൾ ഈവന്റ് മാനേജ്മെന്റ് ആശ്രയിക്കുന്നത്. ഒരു സംരംഭം തനിക്ക് തന്നിൽ പോലും വിശ്വാസം നഷ്ടപ്പെടുകയാണ്. ഒരുപക്ഷെ സന്തോഷ് ഇലൂട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. തനിക്ക് തന്നിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന, വ്യക്തിത്വം നഷ്ടപ്പെടുന്ന ഒരു തലമുറ, വരുന്ന തലമുറ എന്ന വർത്തമാന തലമുറ അത് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാണ്. ഓരോ മനുഷ്യനും ഉണ്ടാകേണ്ടുന്ന, അന്തർലീനമാകേണ്ടിയിരിക്കുന്ന തന്റെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നു എന്നത് വലിയ സാമൂഹിക പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നം തന്നെയാണ് ഈ കൃതികളിലൂടെ അദ്ദേഹം വരച്ചു കാട്ടിയത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരു സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസവുമായ മേഖലകളിൽ നിറസാന്നിധ്യമായ സന്തോഷിനെ നിവേദിയിൽ ഞാൻ പരിചയപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഒരു ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഒരു മേഖലയില്ല എങ്കിൽ മറ്റൊരു മേഖലകളിൽ തോളോട് തോളൊരുങ്ങി പ്രവർത്തിച്ച വ്യക്തികളാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇവിടെ ചെയ്യേണ്ടത് നിങ്ങൾ എല്ലാവരും പുസ്തകം വായിക്കുക, കഥകൾ വായിക്കുക, ചർച്ച ചെയ്യപ്പെടുക. നാളെ അതിന്റെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആ കാലത്തിനനുസരിച്ചുമായി കഥ നിൽക്കുമ്പോൾ അതാണ് കഥയുടെ പ്രസക്തി, അതാണ് എഴുത്തുകാരന്റെ പ്രസക്തി എന്ന് നമുക്ക് മനസ്സിലാവും. അത്തരത്തിലുള്ള എഴുത്തുകളാണ് സന്തോഷ് ഇലൂട് ഇവന്റ് മാനേജ്മെന്റ് എന്ന പുസ്തകത്തിൽ കൂടി എഴുതിയിട്ടുള്ളത്. ഈ പുസ്തകം ചർച്ച ചെയ്യപ്പെടണം. എല്ലാവരും തന്നെ ഈ പുസ്തകം വാങ്ങണം, വായിക്കണം, ചർച്ച ചെയ്യപ്പെടണം. ഇപ്പൊ നമുക്ക് ചർച്ച ചെയ്യാൻ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഫേസ്ബുക്കുണ്ട്, വാട്സാപ്പുണ്ട്, ട്വിറ്ററുണ്ട്, ഒരുപാട് സംവിധാനങ്ങൾ നമുക്കുണ്ട്. അതിലൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ സത്യസന്ധമായിട്ട്. എന്നാൽ മാത്രമേ പ്രസാദനം എന്ന രീതിയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അല്ല, നമ്മുടെ ഈ ചെറുവാഞ്ചേരി എന്ന കൊച്ചു ഗ്രാമത്തിന്റെ അഭിമാനമായി നമുക്കൊരു സാഹിത്യകാരൻ, എഴുത്തുകാരൻ ഉയർന്നു വരുന്നു എന്നുള്ളതിൽ അഭിമാനം കൊണ്ടുകൊണ്ടാണ് നമ്മളൊക്കെ ഈ അവസരത്തിലൂടെ ഇരിക്കുന്നത്. ഇത് പറയുമ്പോൾ നമുക്ക് എന്നും ഓർമ്മ വരുന്ന ഒരു വലിയ എഴുത്തുകാരൻ, മഹാനായ എഴുത്തുകാരൻ പപ്പൻ പണിക്കരനെ ഓർമ്മിക്കാതെ പോകുന്നത് ശരിയാണ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം രചിച്ചിട്ടുള്ള കഥകളും കവിതകളും നാടകങ്ങളും ഒക്കെ തന്നെ ജീവസ്പർശിയായ, അതായത് നമ്മുടെ നാട്ടിലെ സാധാരണ വിഭാഗങ്ങളുടെ
ആ എഴുത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ അതിഥിയായിട്ടായി ഇവിടെ എത്തിയതെങ്കിലും നമ്മുടെ നാടിൻ്റെ സ്പന്ദനം അറിഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടുകാരിൽ ഒരാളായി ജീവിക്കുകയും ഈ നാടിൻ്റെ പേരും പ്രശസ്തിയും വാനോളം ഉയർത്തുകയും ചെയ്തിട്ടുള്ള പപ്പൻ പാടിക്കാട് വീണ്ടും നമുക്ക് അത്തരത്തിലൊരാളെ കൂടി നമ്മുടെ നാടിന് ലഭിക്കുകയാണ്. സന്തോഷത്തിലൂടെ അധ്യാപകർ നിരവധി വിഷയങ്ങളെ പറ്റി ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള പ്രഭാഷകൻ നമ്മുടെ നാട്ടിലെ നിരവധി സാമൂഹിക രംഗത്തും നാട്ടിന്റെ വികസന രംഗത്തും സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷത്തോട് നമ്മുടെ സാഹിത്യ രംഗത്തും കൂടി കൈവച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിന് ഏറ്റവും അഭിമാനകരമായ നേട്ടം കൈവരിച്ച അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പക്ഷേ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒന്നും പറയാൻ കഴിയുന്നില്ല. ഒരുപാട് ഓൺലൈൻ യോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദിവസവും 1, 2, 3 ഇപ്പോൾ ഓൺലൈൻ യോഗങ്ങൾ കൂടിയിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മലയാളി കൂട്ടായ്മകൾ ഓൺലൈൻ യോഗങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അവരൊന്നും സംവദിക്കുമ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ രീതിയിലുള്ള ഒരു മനോഭാവത്തിലേക്ക് നമുക്കൊരു ആത്മസംതൃപ്തി അതിൽ നിന്നും ലഭിക്കാത്ത ഒരു വല്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ വല്ലാത്ത അവസ്ഥയിൽ നിന്നാണ് സമൂഹത്തോട് സ്ഥിരമായി പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ ഒന്നുകൂടി പറയാൻ കഴിയാത്തപ്പോൾ ഉള്ള ഒരു അനുഭവത്തിൽ നിന്നാണ് ഈ 12 കഥകളും ഉണ്ടായിട്ടുള്ളത്. ആ കഥകളെ നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. നിങ്ങൾ മികച്ചിരിക്കുന്നത് വായിച്ച് നല്ല അഭിപ്രായങ്ങൾ എന്ന തരത്തിലല്ല, ചീത്തയും അതോടൊപ്പം തന്നെ നല്ലതും ചീത്തയുമായ എല്ലാ അഭിപ്രായങ്ങളും എന്നോട് പറയുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെ ശോഭന സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ കോവിഡ് ആയതുകൊണ്ട് തന്നെ വളരെ ചെറിയ ലളിതമായ ഒരു ചടങ്ങിൽ തലശ്ശേരി പ്രസ് ക്ലബിൽ വെച്ചിട്ട് നമ്മളതിൻ്റെ MLA പോലും കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞ ഒരു സമയത്താണ് ഞാൻ എൻ്റെ വളരെ അടുത്ത ആളുകളോട് ഈ കാര്യങ്ങൾ പറയുന്നത്. നമ്മളാരെയും ബുദ്ധിമുട്ടിക്കാതെ തലശ്ശേരി പ്രസ് ക്ലബിൽ വെച്ച് ഇതിൻ്റെ പ്രകാശനം നിർവഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ നാട് നൽകിയ സ്നേഹം അത് എക്കാലം ഞാൻ ഓർക്കുന്ന സ്നേഹമാണ്. ഇവിടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരൊക്കെ ചേർന്നുകൊണ്ട് അങ്ങനെ നീ അതിലൊന്നും അഭിപ്രായം പറയേണ്ടതില്ല, അതൊക്കെ ഞങ്ങളായിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് മുന്നിലിരിക്കുന്ന എല്ലാ ആളുകളും ഓരോ ആളുകളെയും ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ ആളുകളും എന്നോട് കാണിച്ചിട്ടുള്ള സ്നേഹം വളരെ വലുതാണ്. അതിന് കടപ്പാട് ഉണ്ട് എന്ന് പറയില്ലാതെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും അത് നീയൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ഞങ്ങൾ ഏറ്റുകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഊർജ്ജസ്വലമായി വളരെ ഉത്സാഹിച്ചുകൊണ്ട് ഉള്ളൊരു വലിയ പ്രവർത്തനം ചെയ്തു. എനിക്ക് വലിയ പേടിയായിരുന്നു, കാരണം കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ്. അപ്പൊ ആ ചടങ്ങിലേക്ക് ഞാൻ വ്യക്തിപരമായി ആരെയും ക്ഷണിച്ചിട്ടില്ല എന്നതാണ് സത്യം. വ്യക്തിപരമായി എന്നോട് സംഘാടക സമിതിയിൽ ആളുകൾ ചോദിച്ചിട്ടുണ്ട്, നിന്റെ കുടുംബത്തിൽ നിന്ന് എത്ര പേര് വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തോട് പറഞ്ഞത് ഞാൻ ആരെയും വ്യക്തിപരമായി ക്ഷണിച്ചിട്ടില്ല, നിങ്ങൾ അതൊക്കെ നമ്മുടെ ഇന്നത്തെ ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാണണം എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഭാര്യയോടും മകളോടും അതോടൊപ്പം തന്നെ എൻ്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ അങ്ങനെയാണ് പറഞ്ഞത്. TV യിൽ കണ്ടുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചാൽ മതി, കാരണം ഞാൻ ആരെയും ക്ഷണിച്ചിട്ടില്ല. ഇവിടെ ഒരുപാട് ആളുകൾ വരേണ്ടതായിട്ടുണ്ട്. കാരണം ചെറുവാഞ്ചേരി എന്ന് പറയുന്നത് ഒരു വലിയ കലാലോകമാണ്. ആ കലാലോകത്ത് ഏതെങ്കിലും ഒരാളെ ക്ഷണിച്ചിരുത്തി ഒരു പരിപാടിയുടെ ഭാഗമാക്കുക എന്നത് അസാധ്യമായ ഒരു പ്രക്രിയ കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുടുംബത്തെ പോലും ഇങ്ങോട്ട് ക്ഷണിക്കാതെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ പ്രകാശന കർമ്മം നിർവഹിച്ചത്. അതിൽ ക്ഷണിക്കപ്പെടാതെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊരിക്കലും ഒരു പരിഭവം പാടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയാനാണ് ഈ അവസരം ഉപയോഗിച്ചിട്ടുള്ളത്. ഇവന്റ് മാനേജ്മെന്റ് കഥ നിങ്ങൾ വിലയിരുത്തുക. ഏതായാലും ഈ കഥയെഴുത്ത് എന്ന് പറയുന്നത് വല്ലാത്തൊരു അനുഭവമാണ്. അത് ഏതും പ്രഭാഷണമായിക്കോട്ടെ, ആദ്യ സമയങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ 3000 പേരുകളെന്ന ഒരു കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ ഏകദേശം എത്രയായി എന്ന് ചോദിച്ചപ്പോൾ അതിനേക്കാളും അപ്പുറമാണ്, 3000-ക്കാളും അപ്പുറം ഒരു പക്ഷേ പ്രസംഗിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എഴുത്തായാലും പ്രഭാഷണമായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ അതിന്റെ തുടക്കം എന്ന് പറയുന്നത്, ആ തുടക്കം വലിയൊരു പ്രയാസമാണ്. തുടക്കം വലിയൊരു പ്രയാസമാണ്. അപ്പൊ ആ പ്രയാസത്തിന് പൊതുവിലെ പത്രക്കാരും മാധ്യമക്കാരും ഒക്കെ പ്രഭാഷകത്തിന് വിളിക്കണമെങ്കിൽ ഒരുപാട് പണിയെടുക്കണം. ഇനിയിപ്പോ ഏത് രൂപത്തിൽ സംസാരിച്ചാലും അതൊക്കെ ഉഷാറായ കാര്യങ്ങളാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്.
ഞാൻ വളരെ പ്രഭാഷണത്തിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഏറ്റവും ഏറെ പ്രിയപ്പെട്ട KP റഹീം മാഷ് ഓർക്കുക. KP റഹീം മാഷ് എപ്പോഴും എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. മാഷ് ലോകം മുഴുവൻ പ്രസംഗിച്ച് നടന്നാണ്. ഗൾഫ് പേരുകളിൽ ഏറ്റവും കൂടുതൽ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ള പ്രിയപ്പെട്ട മാഷാണ് KP റഹീം മാഷ്. റഹീം മാഷ് എന്നെക്കാളും എപ്പോഴും പറയും, നീ വെറുതെ പ്രസംഗിച്ചാണ് എന്തെങ്കിലും എഴുതി വെക്കണം, എനിക്ക് പറ്റിയ അനുഭവം ഉണ്ടാവാൻ പാടില്ല എന്ന് പറയും. അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രഭാഷണങ്ങളിലൂടെ കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോഴും എഴുത്ത് മറന്നു പോകരുതെന്ന് വളരെ ശകാരത്തോടുകൂടെ എന്നോട് പറയുന്ന വലിയ മനുഷ്യനെയും ഞാൻ ഈ അവസരത്തിൽ കടപ്പാടോട് ഓർക്കുകയാണ്. അത്തരത്തിൽ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ ഒരു ആവേശഭരിതമായിട്ടുള്ള ഒരു പ്രചോദനമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു പുസ്തകത്തിന്റെ രചനയിലേക്ക് എന്നെ നയിച്ചിട്ടുള്ളത്. അതിൽ ഈ വലിയ വേളയിൽ കൂടുതലായൊന്നും അറിയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെപ്പോലെ തന്നെ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ പുറത്തും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, പുസ്തക വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ മനുഷ്യത്വത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അത് അർത്ഥമാക്കുന്നത്. ഇല്ലോണി രചിച്ചിട്ടുള്ള ഇവന്റ് മാനേജ്മെന്റ് എന്ന ചെറുകഥാ സമാഹാരത്തിലൂടെ അത് കലാലോകത്ത് നിർവഹിക്കുന്നതും മനുഷ്യത്വത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്.